ഷിരൂരിൽ അർജുനെ കണ്ടെത്താനുള്ള രണ്ടാം ഘട്ട ദൗത്യവും പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വരികയാണ്. ഗംഗാവാലി പുഴയിലെ വെള്ളം ചുവന്ന് ഇരുണ്ടതോടെ അടിത്തട്ടിലെ കാഴ്ച മങ്ങിയതോടെയാണ് ഈ ദൗത്യം ഉപേക്ഷിക്കേണ്ടി വരുന്നത്. ഈശ്വർ മാൽപ്പി അടക്കമുള്ള ദൗത്യ സംഘത്തിലെ അംഗങ്ങൾ ഇന്ന് മടങ്ങും. ഇനി ഈ ദൗത്യം പുനരാരംഭിക്കണമെങ്കിൽ ഡ്രഡ്ജർ എത്തിച്ച് മണ്ണുമാന്തി വേണം പരിശോധിക്കാൻ. ഈ ഡ്രഡ്ജർ എപ്പോഴെത്തിക്കും, എന്ന് എത്തിക്കാൻ കഴിയും? ഗോവയിലെ അഭിഷേനിയ ഡ്രഡ്ജിംഗ് കമ്പനിയാണ് ഈ ഡ്രഡ്ജർ എത്തിക്കേണ്ടത്. ഏതാണ്ട് 22-ാം തീയതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകൂ എന്ന് അതിൻ്റെ MD മഹേന്ദ്ര ഡോങ്ക്രെ തന്നെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഈ പുഴയിൽ പരിശോധന നടത്തിയതിന് ശേഷം മാത്രമാകും ഡ്രഡ്ജിംഗ് കമ്പനി ഡ്രഡ്ജർ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഗംഗാവലി പുഴയുടെ ഏറ്റവും താഴ്ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗത്ത് ഗംഗോളി പാലം എന്ന് പറയുന്ന ഈ പാലമാണ്. ഈ പാലത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 5 മീറ്ററിൽ താഴെ മാത്രമാണ്. ഇപ്പോൾ കൊണ്ടുവരുന്ന ഡ്രഡ്ജറിൻ്റെ ഉയരം ഏതാണ്ട് 8 മീറ്ററിലധികമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡ്രഡ്ജർ എങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ പുഴയിലേക്ക്, അതായത് ഷിരൂരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ജില്ലാ ഭരണകൂടം പറയുന്നത് അതിലുള്ള പോസ്റ്റുകൾ ഹൈഡ്രോളിക് സംവിധാനം ഉപയോഗിച്ച് താഴ്ത്തി വയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഏതാണ്ട് 10 മീറ്ററിലേറെ ആഴമുള്ള ആ പോസ്റ്റുകൾ നദിയിലേക്ക് താഴ്ത്തിയതിന് ശേഷം പോകാമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നിലനിൽക്കുന്നത്. അതിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന് ഈ പരിശോധനയിൽ, ഡ്രഡ്ജിംഗ് കമ്പനി നടത്തുന്ന പരിശോധനയിൽ മാത്രമേ വ്യക്തമാകൂ എന്നുള്ളതാണ്. ഈ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ടും ഡ്രഡ്ജിംഗ് കമ്പനിക്ക് ഡ്രഡ്ജർ ഷിരൂരിലേക്ക് എത്തിക്കാൻ. പക്ഷേ അവിടെയും കൊങ്കൺ പാത, റെയിൽവേ പാതയുണ്ട്. ആ പാലത്തിനടിയിലൂടെ ഈ ഡ്രഡ്ജർ എങ്ങനെ എത്തിക്കാൻ കഴിയും? അല്ലെങ്കിൽ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ അനുമതി കൂടി വേണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രണ്ട് പ്രതിസന്ധികളും അർജുനെ കണ്ടെത്താനുള്ള അടുത്ത ഘട്ട തെരച്ചിലിന് മുമ്പായി പരിഹരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഗുണകരമായ ഒരു ഫലം ലഭിക്കൂ. രണ്ടാം ഘട്ട ഈ തെരച്ചിലിന് വലിയ സന്നാഹങ്ങളോടുകൂടിയാണ് നാവികസേനയും അതോടൊപ്പം തന്നെ NDRFും ജില്ലാ ഭരണകൂടവും മുന്നിട്ടിറങ്ങിയത്. ഈശ്വർ മാൽപ്പിയുടെ നേതൃത്വത്തിലും അല്ലാതെയും 7ഓളം ഡൈവർമാരാണ് പുഴയുടെ ആഴങ്ങളിൽ പരിശോധിച്ചത്. പക്ഷേ അപ്പോഴും എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടാവുമ്പോഴും ഈ പുഴയിലെ കലക്കുവെള്ളം പ്രതിസന്ധിയായി ഉയർന്നു വന്നു. ഈ പാലം മറ്റൊരു പ്രതിസന്ധി. അടുത്ത പ്രതിസന്ധി എന്ന് പറയുന്നത് കൊങ്കൺ പാതയിലെ മറ്റൊരു പാലമാണ്. നമുക്ക് ആ പാലത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാം. മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ നിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ താഴെയും നേരത്തെ നമ്മൾ കണ്ട ഗംഗോളി പാലത്തിൽ നിന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ മുകൾ ഭാഗത്തുമായിട്ടാണ് ഈ കൊങ്കൺ റെയിൽവേ പാത നിലകൊള്ളുന്നത്. ഈ റെയിൽവേ പാതയ്ക്ക് അടിയിലൂടെയാണ് ഡ്രഡ്ജർ കൊണ്ടുവരേണ്ടത്. താഴെയുള്ള ഗംഗോളി പുഴയിലൂടെ ഈ ഡ്രഡ്ജർ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഈ പാലം ഈസിയായി കടന്നു പോകും. പക്ഷേ നാവികസേനയുടെ പെർമിഷന് പിന്നാലെ തന്നെ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ അനുമതി കൂടി തേടേണ്ടി വരുമെന്ന് മാത്രം. ഇത് പ്രതിസന്ധിയാകില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ഇവിടെ ഡ്രഡ്ജർ എത്തിക്കുകയും അതോടൊപ്പം തന്നെ മണ്ണുമാന്തൽ വീണ്ടും ആരംഭിക്കുകയും ചെയ്യും. അതുവരെ ഒരു പക്ഷേ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് ബന്നിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ ഷിരൂർ.